ICU എന്ന് പറഞ്ഞ സ്ഥലം കണ്ടണ്ട, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെ കിടക്കണ ആൾക്കാരോട് ചോദിച്ചു നോക്ക്, ഇപ്പൊ എന്തോരുണ്ട് സ്വർണത്തിന് എന്താ വില? മിണ്ടാണ്ട് നോടുന്നു, മനുഷ്യന് ഓക്സിജൻ കുടിക്കാൻ നിൽക്കണേ സ്വർണത്തിന്റെ വില. അയാൾ പറയും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, സ്വർണത്തിന് വില എന്നോട് ചോദിക്കാൻ നിൽക്കണേ. ആൾക്കറിയണ്ട, ആൾക്ക് എന്താ അറിയേണ്ടത്? ഓക്സിജൻ തായോ, ഓക്സിജൻ തായോ, ഓക്സിജൻ തായോ. വേറെ ഒന്നും വേണ്ട, ഓക്സിജൻ കിട്ടിയാൽ എനിക്ക് മനുഷ്യനും ശ്വാസം മുട്ടിട്ട് കിടക്കണേ. അവിടെ കിടക്കുമ്പോഴുണ്ടല്ല സ്വർണത്തിന്റെ വില അറിയണ്ട, ഇപ്പൊ ഈ സ്ഥലത്തിന് എന്ത് വിലയുണ്ട് അതറിയണ്ട, പിന്നെ ഭാര്യയുടെ വിശേഷം അറിയണ്ട, മക്കളുടെ അറിയണ്ട, ഭർത്താവിന് ഒന്നും അറിയണ്ട. അവിടെ കിടക്കുമ്പോ ഈ ICU എന്ന് പറഞ്ഞ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ അർത്ഥം ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത്. നമ്മൾ വിചാരിക്കുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് അല്ല, അതിന്റെ അർത്ഥം ICU എന്ന് പറഞ്ഞു നോക്കിയാൽ ICU അതാണ് സംഭവം. അതായത് ദൈവത്തെ കാണണ സ്ഥലമാണ് ഏത്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെ ഡോക്ടറെ കാണുമ്പോഴും ഇതാണോ ദൈവം? അല്ലേ. നേഴ്സിനെ കാണുമ്പോഴും ഇതാണോ ദൈവം? എല്ലാവരും കണ്ടാലും ദൈവത്തെ പോലെ തോന്നും, പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ തോന്നില്ല കേട്ടാ. അത് ICU വരുമ്പോ കാണിച്ചു തരാട്ടാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ അപ്പുറത്തെ ആൾക്കാർ നോക്കുമ്പോ ഇതെന്തൊരു ദൈവം തോന്നും. പക്ഷെ നിങ്ങൾ ICUലേക്ക് വന്ന് നോക്കിയാൽ എല്ലാവരെ കണ്ടാലും, ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് പല പ്രാവശ്യം അവിടെ പോകേണ്ട വന്നിട്ടുണ്ടേ. കാരണം ഈ അവസാനത്തെ ഓപ്പറേഷനിക്കൊക്കെ പോവല്ലോ, എന്താ കിടക്കണ കിടപ്പ്, ഒരു വിശുദ്ധന്റെ മുഖം പോലെ കിടക്കണേ. കണ്ടു കഴിഞ്ഞാൽ ഒരു വിദ്വേഷമില്ല, വെറുപ്പില്ല, ഒരു ദുർവിചാരങ്ങളില്ല. എന്തൊരു കിടപ്പ് സംഭവം. മരിക്കണമെങ്കിൽ ICUല് കിടന്ന് മരിക്കണം കേട്ടാ. കാരണം എന്ന് വെച്ചാല് അവിടെ കിടന്ന് മരിക്കാന്ന് പറഞ്ഞാൽ സംഭവം വളരെ സുഖണ്. AC ആണെന്ന്. നമുക്ക് വീട്ടിൽ കിടന്ന് മരിക്കണ നേരത്തൊക്കെ വല്ലൊരു AC ഇട്ട് തരുമോ? ഇല്ല. അതാ പറഞ്ഞത്, മരിക്കണമെങ്കിൽ ICUല് കിടന്ന് മരിക്കണം. പിന്നെ അവിടെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരുങ്ങി മരിക്കാം. കാരണം ചിലപ്പോ നമുക്കൊന്ന് കുമ്പസാരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം. ഇവിടെ അത് വേണ്ട. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരും. എവിടേക്ക്? ഇങ്ങോട്ട് വരും. സൗകര്യല്ലേ? നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ അവിടെ കിടക്കണ സമയത്തുണ്ടല്ലോ, നിങ്ങൾക്ക് സമാധാനമുള്ള സ്ഥലം ഞാൻ ഒരെണ്ണം കണ്ടിട്ടുള്ളത് ICU ആണ്. അവിടെ സമാധാനം കവിഞ്ഞൊഴുകയാണ്. നമ്മൾ കിടക്കണ സമയത്ത് നേഴ്സുമാർ വന്നിട്ട് ചോദിക്കും, പൊന്തിച്ചു വെക്കണ കുറച്ച് ഇത് മതിയാ, കുറച്ച് താത്ത്, എന്തര താത്താം എന്തര പോത്താം ഒക്കെ അവര് തയ്യാറാ. നമ്മുടെ വീട്ടിലൊക്കെ കിടന്ന് മരിക്കുന്ന സമയത്ത് ഈ മോളെ ഒരു തലോണ ഈ പള്ളയിൽ വെച്ചൻ, ഈ തള്ളക്ക് ഇപ്പൊ തലയിൽ പള്ള മിണ്ടാട് കിടന്ന് മരിയൊക്കെ അവിടെ കിടക്ക്. അതാ പറഞ്ഞത്, വീട്ടില് മാക്സിമം ICUലേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നാൽ സുഖാണ് കേട്ടാ. അവിടെ ചെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കണത് കിട്ടും. ആണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കാണ്, എന്താ വേണ്ട ചേട്ടന്? ഒരു കരിക്ക്. ഓ, അപ്പോഴേക്കും ആ ഗേറ്റ് ഇതുണ്ടല്ല, ICUന്റെ വാതില് തുറന്നിട്ട് ചോദിക്കും, ആ രാഘവന്റെ ആൾക്കാര്? ഞങ്ങളാണ്. 2 കരിക്ക്. എന്നിട്ട് 2 കരിക്ക്, ഒരെണ്ണാൾക്കും ഒരെണ്ണം എനിക്കും. അപ്പൊ ഒരെണ്ണം ചോദിച്ചാൽ 2 കിട്ടുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് മരിക്കുന്നത് കരിക്ക. ആരാണ്? അതാ പറഞ്ഞത്. ഞാൻ തമാശയായിട്ട് പറയുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്തിനു തമാശയായിട്ട് പറഞ്ഞെന്നറിയോ? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അവിടെ കിടക്കണത് വരുമ്പോ ഈ തമാശ ഓർത്തോട്ട് സമാധാനമായിട്ട് അവിടെ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ടാ. അല്ല, നമുക്ക് അറിയില്ല ഇപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മളവിടെ എത്തുമെന്ന് അറിയില്ല. അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നതാണ്. ഞാൻ അവിടെ ചെല്ലണ സമയത്ത് ദൈവമേ ഇല്ല വിഷമിക്കണ്ട. അവിടെ ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. അവിടെ കിടക്കുമ്പോ മനസ്സിലെ ടെൻഷൻ വരാൻ പാടില്ലട്ടാ. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന 2 ആൾക്കാരിൽ ഇവിടെ ഇരിക്കണത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സിനിമ വിജയിക്കണത് എപ്പോഴാണെന്നറിയോ? തുടക്കത്തിൽ കുറെ സ്റ്റണ്ടും പാട്ടും ഉണ്ടാകുമ്പോ ആൾക്കാർ കൈയടിക്കും. പക്ഷേ അവസാനം കഴിയുമ്പോ കുറെ കഴിയുമ്പോ ആൾക്കാർ എന്തൊരു ബോറടി ഇഷ്ടം എന്ന് പറയും. ജീവിതം കുറെ കഴിയുമ്പോ ബോറടിക്കാൻ തുടങ്ങും. അവസാനം മക്കളെ വളർത്തി അവരെ 1 കോടി രൂപയുടെ ചെലവഴിച്ച് അവരെ പഠിപ്പിച്ച് എല്ലാം കഴിച്ചിട്ടുണ്ടല്ല. സിനിമയുടെ അവസാനത്തില് ഇറങ്ങി പോണ നേരത്ത് എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കാശ് പോയി ഇഷ്ടേ എന്ന് പറഞ്ഞ പോലെ ഈ ജീവിതത്തിൽ മക്കളെ വളർത്തി വലുതാക്കി കാശുണ്ടാക്കി ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അന്തോണിയേട്ടാ? കാശ് പോയി അച്ചോ എന്ന് പറയേണ്ട അവസ്ഥ വരരുതിട്ടാ. ക്ലൈമാക്സ് നന്നാവണമെന്ന്. സിനിമയുടെ ക്ലൈമാക്സ് നന്നായാലേ സിനിമ വിജയിക്കുള്ളൂ. അല്ലാണ്ട് തുടക്കത്തിൽ പാട്ടുണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊരു 18 വയസ്സിലും 19 വയസ്സിലും കുറെ പാട്ടൊക്കെ പാടും. പക്ഷേ ക്ലൈമാക്സ്, അതാണ് ഈ ICU എന്ന് പറഞ്ഞത്. എന്റെ വാക്കുകൾ